രാജ്യത്തെ ഇലക്ട്രിക് വാഹനങ്ങളുടെ ജനപ്രീതി ഉയർത്താനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ. നിലവിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ വില കുറച്ചുകൊണ്ട് ഇപ്പോൾ വിപണിയിൽ വിൽക്കുന്ന പെട്രോൾ വാഹനങ്ങൾക്ക് തുല്യമായ വിലയിൽ എത്തിക്കാനുള്ള നീക്കങ്ങളാണ് അണിയറയിൽ. എങ്കിൽ ആ വിശേഷങ്ങളാകട്ടെ ഇന്നത്തെ ദ മോട്ടോർ വേൾഡിൽ. ആ വിശേഷങ്ങളിലേക്ക് പോകും മുൻപ് നിങ്ങൾ ഇതുവരെ ദ മോട്ടോർ വേൾഡിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷൻ അമർത്തി പുതുപുത്തൻ വാഹന വിശേഷങ്ങൾ ഏറ്റവും ആദ്യം തന്നെ അറിയുക. ഇവികൾ രാജ്യത്ത് കൂടുതൽ താങ്ങാനാവുന്നതായി മാറ്റാനാണ് സർക്കാരിന്റെ ശ്രമം. സാങ്കേതിക പുരോഗതിയും കാർ നിർമ്മാതാക്കൾ തമ്മിലുള്ള ആരോഗ്യകരമായ മത്സരവും ഭാവിയിലെ ഇലക്ട്രിക് വാഹനങ്ങളെ നിലവിലുള്ളതിനേക്കാൾ താങ്ങാനാകുന്നതാക്കുമെന്ന് സർക്കാർ അറിയിച്ചു. എഥനോൾ, CNG തുടങ്ങിയ ഇതര ഇന്ധനങ്ങളുടെ ഉപയോഗത്തിനും പെട്രോൾ, ഡീസൽ തുടങ്ങിയ പരമ്പരാഗത ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനുമാണ് പദ്ധതി. ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഫോസിൽ ഇന്ധനത്തിന്റെ 80% മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയിലൂടെയാണെന്നും ഇത് സർക്കാരിന് ഇതിലൂടെ 8 ലക്ഷം രൂപ ചെലവുണ്ടാകുമെന്നും അറിയിച്ചു. ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് ഇന്നത്തെ പോലെ തന്നെ തുടരുകയാണെങ്കിൽ ഇറക്കുമതി ബില്ലുകൾ 25 ലക്ഷം കോടി രൂപ വരെ ഗണ്യമായി ഉയരും. ഇതൊടുവിൽ രാജ്യത്തെ സാധാരണക്കാർക്ക് ഇന്ധനം വാങ്ങുന്നത് കൂടുതൽ ചെലവേറിയതാക്കും. പെട്രോൾ, ഇലക്ട്രിക് വാഹനങ്ങളുടെ പ്രവർത്തന ചെലവ് താരതമ്യം ചെയ്യുമ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളുടെ പ്രവർത്തന ചെലവ് പെട്രോൾ വാഹനങ്ങളെക്കാൾ 6 മടങ്ങ് കുറവാണ് എന്ന് സർക്കാർ വ്യക്തമാക്കി. പെട്രോളിൽ പ്രവർത്തിക്കുന്ന കാർ ഓടിക്കാൻ ചെലവാകുന്ന 12,000 മുതൽ 15,000 രൂപയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇലക്ട്രിക് വാഹനം ഓടിക്കാൻ പ്രതിമാസം 2,000 രൂപ മാത്രമാണ് ചെലവഴിക്കേണ്ടി വരുന്നത്. ഇലക്ട്രിക് വാഹനങ്ങളുടെ വിൽപ്പന വർദ്ധിപ്പിക്കുന്നതിൽ അടുത്ത 2 വർഷത്തിനുള്ളിൽ ഇന്ത്യൻ ഗവൺമെന്റ് ശ്രദ്ധ കേന്ദ്രീകരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനായി ഹൈബ്രിഡ് ഇലക്ട്രിക് വാഹനങ്ങളുടെ ഫാസ്റ്റർ അഡോപ്ഷൻ ആൻഡ് മാനുഫാക്ചറിംഗ് പദ്ധതി സർക്കാർ 2015 ആരംഭിച്ചിരുന്നു. ഇതിന് കീഴിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് സബ്സിഡിയും നികുതി ഇളവുകളും വാഗ്ദാനം ചെയ്യുന്നു. ഇന്ത്യൻ കാർ വിപണിയിൽ കൂടുതൽ പുതിയ തലമുറ ഇലക്ട്രിക് വാഹനങ്ങൾ കൊണ്ടുവരാൻ വിവിധ കാർ നിർമ്മാതാക്കളെ ഈ സ്കീം പ്രേരിപ്പിച്ചു. ബാറ്ററി സാങ്കേതികവിദ്യയിൽ അടുത്തിടെ കാര്യമായ വികസനം ഉണ്ടായിട്ടുണ്ട്. വർദ്ധിച്ചു വരുന്ന ഡിമാൻഡും കൂടുതൽ വിതരണക്കാരും വരുന്നതോടെ വില കുറയാൻ സാധ്യതയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നിലവിൽ രാജ്യത്തെ പല പ്രമുഖ വാഹന നിർമ്മാതാക്കളും തങ്ങളുടെ ഇലക്ട്രിക് വാഹന നിര മെച്ചപ്പെടുത്താനുള്ള ഒരുക്കത്തിലാണ്. ടാറ്റ അടുത്തിടെ അവതരിപ്പിച്ച ടിഗോർ EVയാണ് നിലവിൽ ഇന്ത്യൻ വിപണിയിൽ ലഭ്യമായ ഏറ്റവും താങ്ങാനാവുന്ന ഇലക്ട്രിക് കാർ. ടിഗോർ EVയുടെ മുൻ തലമുറ പതിപ്പ് എക്സ്പ്രസ് T EV എന്ന പേരിൽ ടാറ്റ ഫ്ലീറ്റ് ഓപ്പറേറ്റർമാർക്കായി നൽകുന്നുണ്ട്. അതോടൊപ്പം ജനപ്രിയ നെക്സോൺ SUVയുടെ ഇലക്ട്രിക് പതിപ്പും ലഭ്യമാണ്. പ്രാദേശിക വാഹന ഭീമനായ ടാറ്റ കൂടാതെ MG മോട്ടോർ, ഹ്യുണ്ടായി എന്നിവ മാത്രമാണ് താങ്ങാനാവുന്ന ഇലക്ട്രിക് 4 വീലറുകൾ ഇന്ത്യൻ വിപണിയിൽ എത്തിക്കുന്നത്. പ്രീമിയം ബ്രാൻഡുകളായ മെഴ്സീഡീസ് ബെൻസ്, ഓഡി, പോർഷെ എന്നിവയുടെ EVകൾ രാജ്യത്ത് ലഭ്യമാണെങ്കിലും സാധാരണക്കാർക്ക് അവ കയ്യെത്താ ദൂരത്താണ്. വരും വർഷങ്ങളിൽ രാജ്യത്ത് 8 ഇലക്ട്രിക് മോഡലുകൾ അവതരിപ്പിക്കുമെന്ന് മഹീന്ദ്ര അടുത്തിടെ വ്യക്തമാക്കി. 2020 ഓട്ടോ എക്സ്പോയിൽ പ്രദർശിപ്പിച്ച KUV 100, XUV 300 എന്നിവ താമസിക്കാതെ വിൽപ്പനയ്ക്ക് എത്തിക്കാനുള്ള ഒരുക്കത്തിലാണ് നിർമ്മാതാക്കൾ. ഇരുചക്ര വാഹന വിപണിയിൽ EVകളുടെ എണ്ണം താരതമ്യേന കൂടുതലാണ്. ഏതർ എനർജി, സിമ്പിൾ എനർജി, ഒല ഇലക്ട്രിക്, ബജാജ്, ഹീറോ ഇലക്ട്രിക്, റിവോൾട്ട്, TVS, ആംപിയർ തുടങ്ങിയ നിരവധി ബ്രാൻഡുകൾ കടുത്ത മത്സരമാണ് ഇവിടെ കാഴ്ചവെക്കുന്നത്. രാജ്യത്തെ EVകളുടെ അഡോപ്ഷൻ മെച്ചപ്പെടുത്താൻ ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷൻ ശൃംഖല വിപുലീകരിക്കാനും മെച്ചപ്പെടുത്താനുമുള്ള നീക്കത്തിലാണ് സർക്കാരും പല വാഹന നിർമ്മാതാക്കളും. ചാർജിംഗ് സ്റ്റേഷനുകളുടെ ലഭ്യത മെച്ചപ്പെട്ടാൽ EVകളുടെ വിൽപ്പന ഉയരും എന്ന് നിസ്സംശയം പറയാൻ കഴിയും. ഇലക്ട്രിക് വാഹന വിപണി രാജ്യത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വഴിതെളിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വിശേഷം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വാഹന വിശേഷമായി ഞങ്ങളെത്താൻ തൽക്കാലം വിടാം. നന്ദി, നമസ്കാരം.